മേനോ സാർ നന്നായിട്ടാണ്. ടെലസ്കോപ്പിക് സൈറ്റ് ഉള്ളതാ. ഓടി ഓടി ഇങ്ങോട്ടും. ഞങ്ങള് പാവങ്ങളാ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇവര് തെരുക്കുത്താടികളാ. ആട്ടം ഇവിടെയും ആകാമല്ലോ. ആട് എല്ലാവരും മാറി നിൽക്കിൻ. കൊള്ളാം, നല്ല ഉണ്ട്. പാവം, അവൾ ഒറ്റയ്ക്കായി പോയി. നീ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. അനങ്ങിപ്പോകരുത്. നീ തന്നെ ഇവിടെ വന്നു എന്നെ കാണാൻ. ഗംഗ നീ അറിയും? നിന്നെയും അറിയും. ഷേർഖാൻ മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് 3 വർഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നവൻ. കമ്മീഷണർ സാബ്, तो तुमने शेर खान को पहचान लिया? അറിയാം. ഓ, അപ്പൊ നിനക്ക് എല്ലാവരെയും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എന്തിന്? ആത്മഹത്യ ചെയ്യാനോ? അതിന് വല്ല ആറ്റിലൊക്കെ അതല്ലോ ചാടിയാ പോരെ? ഇങ്ങോട്ട് വരണം ഞങ്ങളെ മെനക്കെടുത്താൻ. മനുഷ്യരെ കൊള്ളുന്ന നിങ്ങൾക്കൊരു മെനക്കേടോ? നീ ഒരു വിളഞ്ഞ വിത്താണല്ലോ. അല്ല, മുറ്റിയ മരം തന്നെയാണ്. നമുക്ക് കണ്ടുകളയാ. भद्रन, कमिश्नर साहब को रास्ता दिखाओ. നിനക്ക് ഗംഗയെ കണ്ടു തന്നെയാണോ അല്ലേ? അതെ. നടക്ക. चलिए. അങ്ങോട്ട് പോയി സൗകര്യം പോലെ കണ്ടുകൊള്ളണം. ഞാൻ പോയി കുടിക്കാൻ വെള്ളം കൊണ്ടുവരാം. जाइए कमिश्नर साहब, खुदा हाफिज.
വെള്ളം കൊണ്ടുവന്നിട്ടില്ലേ? കൊടിയൻ അവൻ അല്പം കൊടുക്ക. എനിക്കും അല്പം വേണം കൈ കഴുകാൻ. ഇവനെ ഇയാൾ ഇവിടെ എന്തിനു കൊണ്ടുവന്നു? ഞാൻ സ്വയം വന്നതാണ് നിങ്ങളെ ഒന്ന് കാണാൻ. എന്നെ കാണാനോ? ഇത്തരം സ്ഥലത്ത് വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനോട് തിരിച്ചുപോയ ചരിത്രമില്ലെന്നറിയാമല്ലോ. പോലീസിന്റെ കയ്യിൽ കിട്ടിയ നിങ്ങളെപ്പോലൊരു കുറ്റവാളിയെ പോലീസ് വിട്ടയച്ച ചരിത്രവുമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓ, അപ്പൊ ചരിത്രം ചിലതൊക്കെ മാറണം അല്ലേ ഗംഗാധരൻ? അന്നെന്നെ വിട്ടയച്ചതിന്റെ അവകാശവാദമാണോ? അല്ല, അതെന്തിനായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇനിയും മരിച്ചിട്ടില്ലാത്ത ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തെറ്റുപറ്റി. എന്റെ ഹൃദയം എന്തോ മരവിച്ച് മരിച്ചു കഴിഞ്ഞു. പിടിച്ചു കെട്ടവനെ. നിങ്ങൾ എന്തിനെന്നെ പിടിച്ചു കെട്ടുന്നു? നിങ്ങൾക്ക് എന്നെ ഭയമാണ്. ഭയമോ? ഞങ്ങൾക്കും ഇല്ലേ? ഇല്ല. എല്ലാവരും തോക്കുതാഴത്തും. അപ്പൊ ഭയമുണ്ട്, എനിക്കതില്ല. ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് വരില്ലായിരുന്നല്ലോ. വേണ്ട, അയാളെ കെട്ടണ്ട. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ. വരൂ. നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. പറയാം, അതിനാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്തിനീ മഹാപാപം ചെയ്യുന്നു? മനസ്സിലായില്ല. ജീവിക്കാൻ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കൊള്ളയടിക്കണം, മനുഷ്യരൊപ്പം നശിപ്പിക്കണം. നിങ്ങൾ എത്ര പേരെ ഇടിച്ചു കൊല്ലുന്നു, എത്ര പേരെ തൂക്കിക്കൊല്ലുന്നു. നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ തൊഴിൽ ചെയ്യുന്നത്? നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുറ്റം ചെയ്യുന്നവരെയാണ് ഞങ്ങൾ ശിക്ഷിക്കുന്നത്. അധ്വാനിച്ച് ജീവിച്ച് മര്യാദയ്ക്ക് കഴിയുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ കൊലപ്പെടുത്തി ഛിന്നഭിന്നമാക്കുന്നത്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നിയമത്തിന് കീഴടങ്ങി മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കണം. നിയമം? എന്ത് നിയമം? ഏത് നിയമം? നിങ്ങളുടെ നിയമം പാലിക്കുന്നവരാരാണ്? ഒരു നിയമത്തിന്റെ പേരും പറഞ്ഞ് മാസശമ്പളം വാങ്ങിക്കുന്ന പലരെയും ഞങ്ങൾക്കറിയാം. കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ വെറുതെ വിട്ട് നിരപരാധികളെ ശിക്ഷിക്കുന്ന ഏമാന്മാർ. നിയമത്തെ വ്യഭിചരിക്കുന്നത് ആരാണ്? അവർ ചെയ്യുന്ന കൊല്ലാക്കൊല ഞങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമോ ഈ നിൽക്കുന്ന ഭദ്രനെ? അവനെങ്ങനെ ഇവിടെ വന്നുവെന്ന്? സ്വന്തം പിതാവിനെ വെട്ടിക്കൊന്നവൻ ശിക്ഷിക്കപ്പെടാതെ വന്നപ്പോ പ്രതികാരം ചെയ്തവൻ കാട് കയറി. ആ നിൽക്കുന്ന ഗോപാലൻ അവന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത രാഷ്ട്രീയ നേതാവിനെ നിങ്ങളുടെ നിയമം ശിക്ഷിച്ചില്ല. MLA-മാർ വോട്ട് ചെയ്ത് അവൻ MP ആക്കി. ഇനി ഞാൻ കൊള്ളക്കാരനായ കഥ കേൾക്കും. മരിക്കാൻ കിടക്കുന്ന എന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി 2 തേങ്ങ ഇട്ടതിന് നിങ്ങൾ പറയുന്ന നിയമം എന്നെ കള്ളനാക്കി. എനിക്ക് കിട്ടിയ ഈ വിദ്യാഭ്യാസം എവിടെ നിന്നറിയാമോ? ദുർഗുണ പരിഹാര പാഠശാലയിൽ. അതും സർക്കാർ ചെലവിൽ. ഗംഗാധരൻ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനെതിരായി നിങ്ങൾ ഉപയോഗിച്ച മാർഗമാണ് തെറ്റിയത്. പുഴുക്കളെ പോലെ മനുഷ്യരെ നിങ്ങൾ ചുട്ടരിക്കുന്നു, എന്നിട്ട് പുരോഗമനം പറയുന്നു. നിങ്ങൾക്ക് സമൂഹത്തിന്റെ വെറുപ്പ് മാത്രമേ നേടാനാവൂ. മരണഭയമില്ലാത്തതുകൊണ്ട് മാത്രം ഒരാൾ ധീരനാവുന്നില്ല. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നതാണ് ധീരത. നിങ്ങളെ തിരുത്തുന്നതിന് വേണ്ടി എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഗംഗാധരൻ, നിങ്ങൾ ഈ വഴിയിൽ നിന്നും പിന്തിരിയണം. ഇനിയും നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങളുടേതാണ് സമൂഹം. അവിടെ നിങ്ങൾക്ക് ഭയക്കാനും ഭയപ്പെടുത്താനും ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരൂ. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കൂ. സെൻട്രൽ ജയിലിൽ പാറ പൊട്ടിക്കണമായിരിക്കും. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. എങ്ങനെ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്? ഞങ്ങൾ കൊള്ളക്കാരാണ്, കൊല ചെയ്തിട്ടുള്ളവരാണ്. നിങ്ങളുടെ നിയമം ഞങ്ങൾ വെറുതെ വിടില്ല. കോടതിയും ജയിലും കൊലക്കാരുമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. നിയമം ശിക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല, മനുഷ്യ രക്ഷിക്കാൻ കൂടിയാണ്. നിങ്ങളുടെ തെറ്റ് തിരുത്തുമെങ്കിൽ കുറ്റങ്ങൾ പൊറുക്കാനും പുതിയൊരു ജീവിതം നൽകാനും ഞങ്ങൾ ഒരുക്കമാണ്. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് ഈ ജീവിതമാണ് പഴക്കം. ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്, സംതൃപ്തരാണ്. അല്ല, ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തോക്കു ചുമന്ന് കൊള്ളയും കൊലയും ചെയ്ത് ജീവിച്ച നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ അന്ന് കൊല്ലുകയില്ലായിരുന്നു.
അതെ, ആന്റണി. അവൻ ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ശിക്ഷയായിരുന്നു. അവൻ ചെയ്ത തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവന്റെ ഭാര്യയും കുടുംബവും ഉണ്ടായിരുന്നെങ്കിൽ ആ തെറ്റവൻ ചെയ്യില്ലായിരുന്നു. കുടുംബം, നിങ്ങൾക്കത് മനസ്സിലാവില്ല. അമ്മയെ രക്ഷിക്കാൻ കള്ളനായ നിങ്ങൾ പിന്നീട് ഒരിക്കലെങ്കിലും അമ്മയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സഹോദരങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരുപക്ഷെ അവർ സ്വന്തം ശരീരം തന്നെ വിൽക്കുന്നുണ്ടാവും. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ അമ്മപെങ്ങന്മാരെ പറ്റി അത്തരത്തിൽ ചിന്തിക്കാൻ പോലും വയ്യല്ലേ? എത്രയോ സ്ത്രീകളെ നിങ്ങൾ വിധവകളാക്കി, എത്രയോ അമ്മമാരെ നിങ്ങൾ മക്കളില്ലാത്തവരാക്കി, എത്രയോ സഹോദരിമാരെ നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ എങ്ങനെ പിച്ചക്കാരിയായെന്ന് നിനക്കറിയാമോടാ? നീ കാരണമാടാ, നീ കാരണം. പണത്തിനു വേണ്ടി നിങ്ങൾ കൊന്നുതള്ളിയ മനുഷ്യരെ പറ്റി, അവരുടെ കുടുംബങ്ങളെ പറ്റി നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാതകങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? നൂറ്റിക്കണക്കിന് കുടുംബങ്ങളെ അനാഥമാക്കിയ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണോ? ആയുസ് മുഴുവൻ ഭയന്നും മറ്റുള്ളവരെ ഭയപ്പെടുത്തിയും മൃഗങ്ങൾ പോലും ജീവിക്കാറില്ല. ഗംഗ, എന്താണിത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഗംഗ, നമുക്കിടയിൽ അന്തചിത്രം ഉണ്ടാക്കാൻ, നമ്മെ തമ്മിൽ അടിപ്പിക്കാനാണ് അവനിത് പറഞ്ഞത്. അവനെ വകവരുത്തേണ്ട വഴിയാണ് നാം ആലോചിക്കേണ്ടത്. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയത്? ഗംഗ, തും പാഗൽ ഹോ, നിനക്ക് ഭ്രാന്താണ്. ഗംഗ, അവന്റെ പൊള്ളയായ വാക്കുകൾ നീ വിശ്വസിച്ചു അല്ലേ? ഇല്ല, പക്ഷേ അയാൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഏത് നിമിഷവും നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നത്? എടാ മലയ, ജീവിതത്തിലെ പരമസുഖം ഉപേക്ഷിക്കണമെന്ന്. ഇവിടെ വേണ്ടുവോളം പണമുണ്ട്, മദ്യമുണ്ട്. ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇരുമ്പടികളും കൊലമരവും തേടി പോണമെന്നു. ഗംഗ, തും ഹി ജാओगे? ഇല്ല, നമുക്കൊരു പുതിയ ജീവിതം തരാമെന്നാണ് അയാൾ പറഞ്ഞത്. എടാ പമ്പര വിട്ടി, ശക്തി കൊണ്ട് നമ്മെ കീഴടക്കാനാവില്ലെന്ന് കണ്ടപ്പോ പോലീസ് ഉണ്ടാക്കിയ ഒരു കെണിയാണിത്. കാക്കിക്കുള്ളിലെ കരിങ്കവനാണ് അവൻ. അവനെ ഇവിടെ കൊണ്ടുവന്ന് താണ തട്ട്. ശരിയാണ്, അവിടെ വെച്ചേ തട്ടേണ്ടതായിരുന്നു. ഇനിയും താമസിച്ചു. വരൂ. ഞാൻ ഇയാളുടെ കൂടെ പോവുകയാണ്. ഗംഗ, ഇതൊരു പരീക്ഷണമാണ്. നിങ്ങൾ എന്റെ കൂടെ വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇയാൾ വാക്ക് പാലിക്കുമെങ്കിൽ, എനിക്കൊരു ജീവിതം തരുമെങ്കിൽ നിങ്ങളും എന്റെ കൂടെ വരണം. ഇല്ല, പാലിക്കില്ല. അയാൾ നിന്നെ വഞ്ചിക്കും. എന്റെ ജീവൻ ആപത്തുന്നല്ലേ? സാരമില്ല, അതൊരിക്കലും ഇയാൾ തിരിച്ചു തന്ന ജീവനാണ്. ഇനി ഇതെനിക്ക് വേണ്ട. ഗംഗ, അയാൾ നിന്നെ വഞ്ചിക്കും. നീ ഒരിക്കൽ തിരിച്ചു വരും. നിനക്ക് ഇനിയും ഈ തോക്ക് പിടിക്കേണ്ടി വരും. ഇനി ഈ തോക്ക് ഞാൻ പിടിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഇയാളുടെ വംശം നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഞാൻ പോകുന്നു. അവനെ കൊല്ലരുത്. അത് ബുദ്ധിയല്ല. നമുക്കവനെ തിരിച്ചു കൊണ്ടുവരണം. അവൻ നിങ്ങൾക്കൊരു നേതാവാണ്.